ബീബി പാത്തുവാണോ? അല്ല, റാഷ കുണ്ടേശ്വരൻ. അല്ല, ഞാൻ കേട്ടിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും കുട്ടി, പക്ഷെ ഞാൻ പേര് നോക്കിയിരിക്കുന്നത്. കുറച്ച് ക്യാപ്പച്ചീനോ തരട്ടെ? അല്ല, ചീഞ്ഞ നല്ലതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സൂര്യ, മരുമകളെ ഇത് ബീബി പാത്തുവാണോ? ഹലോ ഹലോ, ബീബി പാത്തുവാണോ? അല്ല, റാഷ. രാശയാണോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് ടു മീറ്റ് യു രാശ. ഞാൻ കണ്ടപ്പോ ബീബി പാത്തുവിനെ പോലെ തോന്നി. ബീബി പാത്തു എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇവിടെ വെച്ച്. സോറി, റിയലി സോറി, അറിയാതെ പരിചയപ്പെട്ടതാണ്. ബുദ്ധിമുട്ടായോ? അത് കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കും കുഴപ്പമില്ല. എന്റെ പേരെന്താ? എന്റെ പേര് ബാബു നമ്പൂതിരി. ഓ, ബാബു നമ്പൂതിരി. ഒരുപാട് നാളായോ സിറ്റിയില്? ഞാൻ കുറച്ച് നാളായി. ആണോ? ഓക്കെ ഓക്കെ. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാരും പറയുന്ന കേട്ടിട്ട്. സോ കണ്ടിട്ടില്ല ഇതുവരെ. ഓ ഓ ഓ ഓ ഓ അങ്ങനെ. ഞാൻ പറയുന്നത് എന്ത് മോശം വല്ലതും പറയുന്നതാണ്? എന്തിപ്പോ മോശമാണെന്നൊക്കെ വിഷമാവും. അല്ല, അങ്ങനെയല്ല. മോശം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടില് നല്ലവരായ ആൾക്കാരെ പറ്റി മോശം പറയാനല്ലേ നാട്ടുകാർക്ക് ഇഷ്ടം. അതുകൊണ്ട് ചിലപ്പോ അത്രയും നല്ലൊരാളായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ മൈൻഡിൽ ഒരു ബാബു സേട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല, ബാബു സേട്ട് പാവല്ലേ. അതെ അതെ അതെ. ഓ, അറിയാല്ലേ. ഓക്കെ, താങ്ക് യു താങ്ക് യു. എന്താ അറിയായിരിക്കും, കീരിയുടെ അവിടെ ഒക്കെ നടക്കണ. കീരിയുടെ ഫ്രണ്ടാ. കീരിയുടെ ഫ്രണ്ടാണോ? അതെ അതെ അതെ. കീരി സിറ്റിയിലുണ്ടോ? കീരി സിറ്റിയിൽ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, ഇപ്പൊ വരാറുമില്ലല്ലോ. ഓ, ഇടയ്ക്ക് വെച്ചിട്ട് ആള് ഭയങ്കര ആക്റ്റീവ് ആവുന്ന പറയും. കംബാക്ക് അടിക്കും, പിന്നെ പോവും. അതെ, ഞാനിപ്പൊ കണ്ടിട്ട് കൊറേ നാളായി അന്വേഷിച്ച് നടക്കും അങ്ങനെ ഒരാളെ. ഓ, കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അല്ല, അത്യാവശ്യം ഇല്ല. ഒരിടയ്ക്ക് വെച്ചിട്ട് എന്നും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം കാണാനില്ല. മഴക്കരുതല്ലേ? അതാ അതാ, ഇപ്പൊ അന്വേഷിച്ചിട്ട് ആളെ കാണാനില്ല. ഓ, അങ്ങനെ കേട്ടാ മതി. അത് കേട്ടാ മതി. ശരി, ഇല്ലല്ലേ ഇപ്പൊ? ഓക്കെ ഓക്കെ, എന്നാ പ്രശ്നമില്ല. ഹലോ കുണ്ടേശ്വര, ഒരു മിനിറ്റ്. ഹലോ ഹലോ, എന്ത് വരുമായിരുന്നു അത്? കുണ്ടേശ്വരൻ. അല്ല, ഞാൻ കേട്ടിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും കുട്ടി, പക്ഷെ ഞാൻ പേര് നോക്കിയിരിക്കുന്നത്. ഞാൻ തെറ്റിയാക്കിട്ടത്. സോറി സോറി, കുഴപ്പമില്ല. പുള്ളിക്കാരന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ആളുടെ പേര് കുണ്ടേശ്വരൻ പെരുമാൾ എന്നാണ്. കുണ്ടേശ്വരൻ പെരുമാൾ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്, കേട്ടത് കറക്റ്റ് ആണ്. ആൾക്ക് പേരിട്ടത് തെറ്റിപ്പോയതായിരിക്കും. ഇപ്പൊ എനിക്ക് ആ പേരിൽ വിളിക്കാൻ ഓ, പറ്റും. അതെ ശരിയാ ശരിയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. അല്ല, അത് പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിരിക്കില്ല. പുള്ളിയുടെ തന്ത ഒപ്പിച്ച പണിയായിരിക്കും. അല്ല, അത് കയ്യിലിരിപ്പോണ്ട് ഇട്ടതാണെന്നാണ് പറയുന്നത്. ഓ, അങ്ങനെ. ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് പേരായിരിക്കും അല്ലേ? അത് പുള്ളിയെ പരിചയപ്പെടണ്ട. അതെ അതെ, കറക്റ്റ് പേരാണ്, കറക്റ്റ് പേരാണ്. നിങ്ങൾ സേഫ് ആയിരിക്കും, നമുക്ക് അത് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. അല്ലല്ല, ബാബുസേട്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ 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 ഓക്കെ, ഞാൻ സേഫാണ്. ഓക്കെ, അപ്പൊ കണ്ണും പൂട്ടി പുള്ളിയുടെ കൂടെ എവിടെ വേണേലും പോവാം. സേഫാണ് സേഫാണ്. നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോ പേര് ഞാൻ പെട്ടെന്ന് പരിചയപ്പെട്ടോണ്ടാണ് എന്റെ പേര് മറന്നു പോയത്. ഒന്നും കൂടെ പറയാ പേര്. റാഷ മാലിക്. രാജ മാലിക്. മാലിക് ഹസ്ബൻഡ് ആണോ? തന്തപ്പടിയാണോ? അതെ 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 അതെ. മാലികിന്റെ പറയുമ്പോ പണ്ട് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന മാലിക്ക് തന്തേവൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല, അങ്ങേര് ഇപ്പൊ പണ്ടൊക്കെ ആളെ കഴിഞ്ഞിട്ട് പോയ തന്തപ്പടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ, സേഫാണ്. അപ്പൊ രാജൻ, ഞാൻ ഒരു അർജന്റ് കേസിന് ഞാൻ എന്തായാലും എനിക്ക് സിറ്റിയിൽ വന്ന് ആദ്യം കിട്ടിയ ഫ്രണ്ടല്ലേ, നമ്പർ ശരി ചേക്കാം. ഓക്കെ ഓക്കെ, ബാബു നമ്പൂതിരി. അതെ, ഓക്കെ. നമ്പർ. അയ്യോ, ബാബു ചേട്ടന്റെ നമ്പർ എനിക്കണില്ല. ജയബായില്ല. കിട്ടി. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ, ശരി. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചപ്പോഴാ കുറച്ച് ഫുഡ് ഒന്ന് വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ. ഞാൻ തരാം. നോക്കട്ടെ. ഒറ്റ മിനിറ്റ് ബ്രോ. അങ്ങനെ പറയരുത്, ഞാൻ ചോദിക്കാറില്ലേ ഫുഡ്. അയ്യോ, ബാബു ചേട്ടനാണോ കിട്ടി. ഓ, നല്ല കൈപുണ്യമുള്ള നൂഡിൽസ്. രാശി ഉണ്ടാക്കിയതാണോ? അതെ 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 അതെ, സ്വന്തം കൈയാണ് ഉണ്ടാക്കിയത്. ചായനോട് വെള്ളം ഉണ്ടോ? വാട്ടർ ഉണ്ടോ? ഇല്ല. കുറച്ച് ക്യാപ്പിച്ചീനോ തരട്ടെ? നല്ലതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ചീനതല്ല, ക്യാപ്പിച്ചീനോ.
ഓ കോപ്പി കോപ്പി ഓക്കെ കിട്ടിയോ നോക്കട്ടെ അതും സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയതാണോ അതെ 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 ഓ സാധാരണ കുടിക്കുന്ന കോപ്പിയും കാട്ടി കാപ്പിച്ചീനോ നോർമൽ കോഫി അല്ല കാപ്പിച്ചീനോ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് താങ്ക് യു എന്താ ബ്രോ ബ്രോ നല്ലതാ ബ്രോ ഡയറ്റ് എടുക്കുന്നത് ഈ പ്രായത്തിൽ നല്ലതാണ് ബ്രോക്ക് നല്ല വയറുണ്ട് കുറച്ച് ദിവസം കൂടി ഇതാ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല ജിമ്മിൽ പോകുന്നുണ്ടോ ജിമ്മിൽ പോണല്ല പട്ടിണിയാണോ കുറച്ച് എനിക്ക് തോന്നുന്നു നല്ല വെള്ളവും കുടിച്ച് കുറച്ച് പഴമൊക്കെ കഴിച്ചിട്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോഡി ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കാം നോക്കിയേ കടല് ഫുള്ള് വെള്ളം ചാടിയാ മതി ഒരു കുഴപ്പമില്ല എനർജിയാണ് ബ്രോ ആണോ നാരങ്ങ സെറ്റ് ചെയ്ത് തരാം കേട്ടോ പത്തിലേക്ക് 6 നാരങ്ങ കിട്ടും പേരെന്തായിരുന്നു നാരങ്ങയും കുടിച്ചിട്ട് ഉപ്പുവെള്ളം പോയി കുടിച്ചിട്ട് 2 റൗണ്ട് ഓടിയാൽ മതി അപ്പൊ അത് കലങ്ങിക്കോളും അതെ അത് കട കാണിച്ചില്ല കട ഇവിടെ നിക്കണേ ഹലോ മരുമകളെ സൂര്യ കുറച്ച് നാളില്ലായിരുന്നടാ നിനക്ക് സുഖമാണോ സുഖം നിന്റെ തന്റെ എന്റെ ഉയർ നൻപൻ ചെന്നൈ വരയ്ക്കുമാ ഓ ചെന്നൈ പോയിട്ട് ഒറ്റ കാര്യം എടാ തന്തയ്ക്ക് പെടുന്നവനെ സൂര്യ ബോസ് നിനക്ക് അമ്മ മാറ്റില്ല അമ്മയുടെ ഫോട്ടോ മാറ്റി നിന്റെ തന്റെ ഫോട്ടോ എന്റെ നാളെ വരുമോ തന്തയുടെ ഫോട്ടോ എവിടെ വെക്കും ഓ എടാ ഓ നൂല് കെട്ടിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ നീ ജനിച്ച സമയത്ത് നിന്റെ അച്ഛന് നിനക്ക് ചെയ്തു തരാൻ പറ്റാത്തൊരു കാര്യമാണ് എടാ അപ്പൊ ചെറിയ നൂലും തികയില്ല സാധാരണ നൂല് കെട്ടിന് 30 സെന്റിമീറ്റർ ആണ് നൂലിന്റെ അളവ് മാരേജ് പ്രീ ബുക്കിംഗാ അപ്പൊ നൂല് കെട്ടണം പക്ഷെ അരയിലല്ല നിന്റെ നൂല് കെട്ടാനുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞു തരാം ഞാൻ ചന്ദ്രനോട് പറഞ്ഞോളത് രാശി ഹലോ ഇവിടെ ഒരു കുറ്റസമ്മതം നടത്തിയിട്ട് വരുന്നതായിരുന്നു ഈ സിറ്റിയിലെ കുറ്റസമ്മതം നടത്താൻ ഇതിൽ നല്ലൊരു സ്പോട്ട് വരെ ഇല്ല അത് കേക്കണ്ട അല്ലെങ്കിൽ ബാബുസേട്ടിന് മോശമാ ആണോ അതെ പറഞ്ഞോളൂ അതെ ഞാനേ നേരെ എനിക്ക് ബാബുസേട്ടാന്ന് അറിയത്തില്ലായിരുന്നു നാരിയായിരുന്നോ ബാബുസേട്ട് ഞാൻ നാരിയല്ല അല്ല അങ്ങനെയല്ല നേരത്തെ അവിടെ കണ്ടപ്പോ ബാബുസേട്ടാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇതില് ഫോണിൽ കൂടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടു അയ്യോ അതറിഞ്ഞില്ലേ കുട്ടി അപ്പൊ ഞാനേ ചെറുതായിട്ടൊന്ന് പോലീസിനെ വിളിച്ചു പോലീസിന് എന്നിട്ട് ഞാൻ ഇൻഫോർമേഷൻ കൊടുത്തു ഇതുപോലെ മുതുക്കിൽ ഒരാള് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ബാബുസേട്ടിന്റെ അടയാളം പറഞ്ഞു കൊടുത്തു ഒരു നിക്കറും ഒരു ടീഷർട്ടും പിന്നെ ലാംഗ്വേജ് ഇങ്ങനെയാണെന്ന് പക്ഷെ പേര് എനിക്ക് അറിയാത്തോണ്ട് ഞാൻ പേര് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് മുതുക്കില് മൊത്തം അന്വേഷിച്ച് നടക്കുക അപ്പം അതിനുശേഷമാണ് ഞാൻ ബാബുസേട്ടനെ പരിചയപ്പെടുന്നത് ഹലോ ഹലോ എന്നെ പറ്റിയാണോ പറയുന്നത് അപ്പൊ എന്നിട്ട് അവരെന്റെ അടുത്ത് പിന്നെ വന്ന് ചോദിച്ചു പേരെന്താന്ന് അപ്പൊ ഞാൻ എന്റെ പേര് മാറ്റി പറഞ്ഞു ഞാൻ ദിയാന്ന് പറഞ്ഞു അപ്പൊ ഞാനത് അവരോട് എന്തെങ്കിലുമൊക്കെ മാറ്റി പറഞ്ഞോളാം ഞാൻ കേട്ടത് മാറിപ്പോയതാന്ന് പറയാം ആരൊരു കാണുമ്പോ തന്നെ തരാൻ പറ്റിയൊരു കാര്യമായിരുന്നു കേട്ടോ അത് അപ്പൊ എന്നോട് പറയുന്നതിന് മുന്നേ എനിക്ക് ബാബുസേട്ടിന്റെ അടുത്ത് അത് പറയണമെന്നുണ്ടായിരുന്നു
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ബാബു സേട്ടന്റെ അടുത്ത് തന്നെ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ പീഡനം എന്ന് പറയുന്ന സാധനം ഈ കണ്ണൻ നായിന്റെ കണ്ണൻ മോൻ ഒരു ഉണ്ടാക്കിയ ഒരു ഫേക്ക് കേസാണ് അത്. ഈ രണ്ട് അന്വേഷിച്ച ആൾക്കാർ പറയും. ഞാൻ വേണമെങ്കിൽ ആ കേസ് അന്വേഷിച്ച ആൾക്കാരെ ഞാൻ വിളിച്ച് ഡൗട്ട് സ്പീക്കറിന്റെ കേൾപ്പിച്ചു തരാം. ഒറ്റ മിനിറ്റ്. ഞാനേ ബാബു സേട്ടന്റെ ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷെ ഞാൻ അവർക്കത് അയച്ചു കൊടുത്തിട്ടില്ല. അയ്യോ ഹലോ, കുട്ടാപ്പി കൂട്ടുമല്ലേ? അതെ. നമ്മുടെ ആ വീഡിയോ കേസിന്റെ സമ്മറി ഒന്ന് പറയാവോ? ഇല്ല എനിക്ക് കേട്ടൂടാ, അവര് പറഞ്ഞ കേട്ടൂടാ. ഇതെങ്ങനെ കേൾപ്പിക്കുന്നേ? ലൗഡ് സ്പീക്കറിലെ സ്പീക്കർ ഇട്ടാ മതി. ഇപ്പൊ കേൾക്കാവോ? നിക്കി പിടിക്കണ്ട, ജസ്റ്റ് ഒന്ന് നിക്കാ മതി സ്പീക്കർ. ഇപ്പൊ കുട്ടാപ്പി കേൾക്കാവോ? കുട്ടാപ്പി ഹലോ പറയാവോ? കുട്ടാപ്പി ആ പീഡന കേസിന്റെ സമ്മറി ഒന്ന് പറയാവോ? നമ്മൾ നേരത്തെ ഒരു കൺക്ലൂഷൻ എത്തിയായിരുന്നില്ലേ രണ്ടുപേർക്കെതിരെ കേസ് ഒന്നും ആരായിരുന്നു എന്തായിരുന്നു ഒന്ന് പറയാവോ? അതിപ്പോ നമ്മള് രണ്ടുപേര് എന്നെ ഒന്ന് മീറ്റ് ചെയ്തായിരുന്നേ റോഡിൽ വെച്ച്. അപ്പോഴത്തേക്കും ഞാൻ അപ്പൊ കാര്യാന്വേഷിച്ച് പറഞ്ഞു ഇതുപോലെ ബാബു നമ്പൂതിരി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അതറിഞ്ഞു. അതിനുശേഷം ശരിക്കും സംഭവിച്ചത് എന്തായിരുന്നു എന്നുള്ള കാര്യം എവിടെ വെച്ച് നമ്മള് പറഞ്ഞ കൺക്ലൂഷനിൽ എത്തിയായിരുന്നില്ലേ? അതെ ഓക്കെ. അത് നിങ്ങള് അത് എന്താ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ നിങ്ങള്? അതെ, ഫ്രണ്ട്സുമായിട്ടിരുന്നു പഴയ. അതെ. അപ്പൊ അവര് മറ്റേ റൂമിൽ വെച്ച് പൂട്ടി മറ്റേ നിങ്ങള് അപ്പാർട്ട്മെന്റിൽ പോയതല്ലേ? അതെ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാൻ കൊണ്ടുപോയത്. അതെ. ഓക്കെ. എന്നിട്ട് അവിടെ വെച്ചെടുത്ത ഫോട്ടോ ആണ് നമുക്ക് തന്നത്. ഇത് പീഡിപ്പിച്ചു പറയുന്ന ഫോട്ടോ എങ്ങനെയാണ്? രണ്ടുപേര് രണ്ടറ്റത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലേ തന്നിട്ടുള്ളത് നിങ്ങൾക്ക്? പ്രൂഫ് തന്നിട്ടുണ്ടോ ഇതിന്? ഇല്ല വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ കണ്ടിട്ട് അത് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചത്. ഇതിൽ അക്യൂസേഷൻ പെൻഡിംഗ് ഉള്ളത് ഇനി ചന്ദ്രബോസിന്റെ പേരിൽ മാത്രമല്ലേ? 70 വയസ്സായ അമ്മമ്മ പീഡിപ്പിച്ചിട്ടുണ്ട് കേസില്. അതെ. ഇനി അത് മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ കുട്ടി? എനിക്ക് ബാബു സേട്ടനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നപ്പോഴാണ് ബാബു സേട്ടന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചത്. ആ സംസാരിക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തേനെ. പോലീസിനോടൊന്ന് വിളിച്ച് പറയാവോ? അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ കേട്ടത് മാറിപ്പോയത് റോങ് ഇൻഫർമേഷൻ. അല്ല, വേറൊന്നുമല്ല. ഞാൻ വാട്സിൽ ഒരു 4 വട്ടം വരുന്നത്. 4 വട്ടവും അവര് ഇടിയും കൊണ്ട് കൊണ്ടേറ്റ് പോകേണ്ട ആവശ്യമില്ലല്ലോ. വയ്യ സമയമില്ല എല്ലാത്തിനും കൂടി. അതുകൊണ്ടാ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ബാബു സേട്ടന്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വന്നത്. മാത്രമല്ല, ഞാനൊരു പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ആരും കാണാതെ ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കുട്ടിയെ പീഡിപ്പിച്ചുകൂടായിരുന്നോ? പക്ഷെ ഞാൻ ചെയ്യില്ല. ഞാൻ ഒരു മാന്യനാണ്. മാത്രമല്ല, എനിക്ക് പീഡിപ്പിക്കുന്ന വാക്ക് കേട്ടത് തന്നെ കുറച്ച് ദിവസമായാലും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെനിക്കറിയില്ല എന്താണ് സംഭവം. എനിക്ക് മീനിങ് കറക്റ്റ് അറിയില്ല. പീഡനം എന്ന് പറഞ്ഞ ബാഡ് വേർഡ് എന്ന് മാത്രമേ എനിക്കറിയൂ. അതായത് താങ്ക് യു. അപ്പൊ ഞാൻ അവരുടെ വിളിച്ച് പറഞ്ഞോളാം. ബാബുസേട്ടൊന്നും പേടിക്കണ്ട, എന്നോടൊന്നും തോന്നല്ലേ. ഇല്ല, കുഴപ്പമില്ല. കുട്ടിക്ക് സത്യം മനസ്സിലായപ്പോഴത്തേക്ക് ഓക്കെ അല്ലേ ഇത്? ഓക്കെയാണ്. എനിക്ക് ബാബുസേട്ടന്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് എനിക്ക് ബാബുസേട്ടന്റെ അടുത്ത് പറയണമെന്നുണ്ട്. അതാ ഷർട്ട് ഊരിയിട്ട് മഞ്ഞ ഷർട്ടാണല്ലോടാ. എന്നെ എന്തായാലും പിടിക്കും പോലീസ്. തലയ്ക്ക് അസുഖം അതാണല്ലോ ഇതിലേക്ക് വന്ന് ചാടുന്ന ഞാൻ. അങ്ങനെ അല്ല, ഇത് എന്തായാലും അവരെ അക്കൗണ്ട് ഊരി ഷഡിയിൽ നിലച്ചിക്കോളും പോലീസ്. അപ്പൊ ഇവിടെ ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരെ ഫ്രണ്ടിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കണ്ടല്ലോ ഊരിയിട്ട്. ഹലോ, റോങ് ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. എന്റെ പേര് റാഷ. കീരിക്കേടന്റെ കൊച്ചാണല്ലേ? അതങ്ങനെ ചെയ്യൂടാ, അങ്ങനെ വരുള്ളൂ. സോറി, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തതിന് സോറി കേട്ടോ. പുള്ളിയോട് 2 സോറി പറഞ്ഞോളാം പറ ബാബുസിനോട്. പോലീസ് എന്നോട് സോറി പറയാനുള്ളൂ. പോലീസ് കേസ് ഒന്നും അല്ലടാ. ഈ പീഡനത്തിന്റെ കേസ് ഈ കൊച്ചു വാലും തുമ്പും ഇല്ലാതെ കേട്ടിട്ട് പോലീസ് വിളിച്ച് പറഞ്ഞോടാ. ഞാൻ ഈ സിറ്റി പോലും വരാതെ എങ്ങനെയാടാ പീഡിപ്പിക്കുന്നേ? അതെ, വൈഫൈ വഴിയൊക്കെ പീഡിപ്പിക്കാൻ പറ്റൂടാ? അറിയില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കറിയില്ല ഇല്ല അതൊന്നും എനിക്കറിയത്തില്ല. ആ റൂളൊന്നും എനിക്കറിയത്തില്ല. സ്വപ്നത്തിലൊക്കെ പീഡനം ഉണ്ടായ വീട് സ്വപ്നമാണല്ലോ നമ്മുടെ ഇമാജിനറി എന്താ നടക്കണ അത് സ്വപ്നത്തില് മാത്രം നടക്കും.
நீங்க உள்ள வாங்கோ. உள்ள வாங்குவா வந்துட்டேன். நீங்க മുതുക്ക് വരാ. ഇത്രയും ഓപ്പൺ സ്പോട്ട് ചെയ്തിട്ട് ഉമ്മാർക്കാർക്ക് എന്നെ കണ്ടുവിടുന്ന് പറഞ്ഞാൽ ഇതാണ് ബെസ്റ്റ് സ്പോട്ട് കേട്ടോ സിറ്റിയിലെ. എന്ത് പറയുമ്പോ മിണ്ടുന്നില്ല? ആര് പറഞ്ഞു വള്ളി എടുക്കാൻ? ആരാ വള്ളി എടുക്കാൻ പറഞ്ഞേ? പ്രചോദനം തന്നെ വിട്ടത് ഞാൻ ആത്മീയത കൈവരുന്നിരിക്കുകയായിരുന്നു. എന്ത് പ്രചോദനം? ഇല്ല ഞാൻ പറഞ്ഞില്ല. നിന്നോട് ഞാൻ ഇപ്പൊ പറഞ്ഞു. അത് ആസിനോടല്ലേ പറഞ്ഞത്? ആസിനോടല്ലേടാ പറഞ്ഞത്? അല്ല ആസിനോട് മാത്രം. അത് ആ ഓഫർ വേറെ ആർക്കും ഇല്ല. വേറെ ആര് വെള്ളി എടുത്താലും നമ്മളോട് പറഞ്ഞു ഗ്യാങ് സബ്വൻസ് മാറ്റി തരും. എടാ ഇവന്റെ SRK സിറ്റുവേഷൻ ആരും ഇടപെടില്ലടാ. അവന് വിട്ടേക്ക്. എടാ ഗ്യാങ് റേഡിയോ നിന്ന് ഇറങ്ങാമോ SRK? എടാ ഗ്യാങ് റേഡിയോ നിന്ന് ഇറങ്ങ. പറ്റൂല ഗ്യാങ് റേഡിയോ ഇരിക്കാൻ പറ്റത്തില്ല. വെളിയിൽ പോയി വള്ളി എടുത്തിട്ട് ഇറങ്ങ. ഞാൻ തന്നെ പറഞ്ഞു തീർക്കാം. നമുക്ക് വേറൊരു പേരൂടെ ഉണ്ട്, TBA. അത് എന്റെ ഫണ്ടക്കിട്ടാണല്ലോ. നീ TBA തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. അതെ പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? നീ എടുക്കുന്നില്ലല്ലോ അല്ലേ? ആശിനൊന്നും മണ്ണു ഒരു ബഹുമാനം പോലും ഇല്ലടാ. അല്ലല്ല ആശയൊക്കെ വല്ലവരും തല്ലൊക്കെ കിട്ടി ചത്ത് കിടക്കുകയായിരിക്കും. മനസ്സിലായോ? ജപ്പാൻ ഇങ്ങ വാങ്ങ. ബ്ലൂ കളറോ? ഹലോ കോച്ചാണോ? ജപ്പാനാണോ? ഹലോ വില്ലോന്റെ ആണോ? ജസ്റ്റ് വില്ലോന്റെ കയ്യിലൊക്കെ നോക്കുക. കരടിക്കുട്ടി അങ്ങ് ബുർജി അല്ല മറ്റേ ബുർജി ഷെയ്ഖിനോട് ആണോ? കുട്ടി ഒന്ന് മാറി നിൽക്കോ, ഒന്ന് മാറിക്കോ. ഞാൻ ഇവനോട് ഒന്ന് സംസാരിച്ചോട്ടെ. കുറച്ച് ദൂരം. പെണ്ണാച്ചിയാടാ നീ? ബൊമ്മയും പിടിച്ച് പെണ്ണിന്റെ പുറകെ പോവാൻ വേണ്ടിട്ട് ബൊമ്മയും പിടിച്ച് ഈ കോലവും കെട്ടി പെണ്ണിന്റെ പുറകെ. നിനക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, TBA ഗ്യാങ്ങിന്റെ മകത്വം നിനക്കറിയാവോ? നമ്മുടെ അണ്ണു ഉണ്ടാക്കിയ റൂൾ അറിയാവോ? ബാബുസേട്ട് രണ്ടു ദിവസം കണ്ണാപ്പി ചെയ്യുന്നത് കണ്ടുണ്ടോ ബാബുസേട്ട്? ഇല്ല. കണ്ണാപ്പി ലോറേനെ എന്താ വിളിക്കണെന്നറിയോ? ലോഡാര്? ലോറല്ല പെണ്ണിന്റെ പേര്. ഗേൾഫ്രണ്ട് അല്ല ഗേൾഫ്രണ്ട് ആയിട്ടില്ല. ഗേൾഫ്രണ്ട് ആയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഫ്രണ്ട്ക്ക് മേലെ മറ്റേ ഗേൾഫ്രണ്ടിന് താഴെ ചുട്ടുമണി. കണ്ണാപ്പി അവളെ വിളിക്കുന്നത് ചുട്ടുമണിയാ. അതങ്ങനെ പ്രത്യേക രീതിയിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ പാവേനെടുത്ത് നടക്കുന്നത് എന്തെങ്കിലും മുലാലി ഗ്യാങ്ങൂച്ചി കിടന്ന് ഉറങ്ങുമ്പോഴേ മുലാലിയുടെ മറ്റേ കുടുക്ക അടിച്ചുകൊണ്ട് നടന്നവനാണ്. അവ ഇപ്പൊ ചുട്ടുമണിന്ന് വിളിച്ചോണ്ട് കിടക്കുന്നത്. ആരേത്? ആ കൊച്ചു സിറ്റിയിലുണ്ടോ? വിളിച്ചോക്കെ. അത് ലോറയില്ല താഴത്തോടെ ഓടുന്നത്. അല്ലാടാ എന്റെ നമ്പർ ഒന്നല്ലേ ഇവനാണ് ഈ പെണ്ണുകളുടെ നമ്പർ. ചുട്ടുമണിയാ? ചുട്ടുമണി ചിലപ്പോ ബൊബോയെ വിളിക്കുന്നാ. ബൊബോയെ ഇടയ്ക്ക് മണിന്ന് വിളിക്കുന്ന നമ്മുടെ പാത്തുവിനറിയില്ലേ? പാത്തു അല്ലേ? ആ പാത്ത് നമ്മുടെ ബൊബോയിനെ വിളിക്കുന്ന ബൂബൂന്നാ. എന്തിന് ബൂബു? ഇല്ല, അവള് സിറ്റിയിലില്ല. ലോറ സിറ്റിയിലില്ല. ഞാൻ എന്ത് പറയാനാടാ ഇതിലൊക്കെ? ഇതിപ്പോഴേ നിങ്ങള് ഗ്യാങ്ങിന്റെ പേര് മാറ്റിയോ? TBന്ന് മാറ്റാറാ? കാരണം ഇങ്ങനെ അല്ലേ ഗ്യാങ്ങിന്റെ അജണ്ട? ബെണ്ണില്ല. ബാബുസൈഡ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും പെട്ടാ. മനസ്സിലായ? എനിക്ക് തോന്നുന്നു അങ്ങനെ മാത്രമേ പെണ്ണില്ല. ഒരു കണ്ണുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്റെ ഒരു കണ്ണ്, ബാക്കി എല്ലാരും എല്ലാ കണ്ണും വെക്കുന്നുണ്ട്. ഒരു കണ്ണുണ്ടോ? കണ്ണാപ്പിക്ക് ഒരു കണ്ണുണ്ട്. കണ്ണാപ്പിക്ക് എല്ലായിടത്തും ഉണ്ട് ഒരു കണ്ണ്. കണ്ണാപ്പിയുടെ കണ്ണ് മാത്രല്ല എല്ലാം വെട്ടി ഞാൻ. വെറുതെ ഇതൊക്കെ വേണ്ട. പാവക്കുട്ടിയൊക്കെ എടുത്തിട്ട് രാത്രി പറ്റേ തോക്കെടുക്കും, പാവക്കുട്ടി എടുക്കും. നീ അവളെ ബൊമ്മയിട്ട് പുറകെ പോ. അവളിങ്ങോട്ട് വന്നോളൂ. വില്ലോ
സത്യം പറയല്ലേ വില്ലു, എനിക്ക് പണ്ട് വില്ലുമോന്റെ ഒരു ആക്സിഡന്റ്, വില്ലുമോൻ എന്ന് പറഞ്ഞാലേ ഒരു വില ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ വില്ലുമോൻ എന്ന് പറഞ്ഞ ബൊമ്മ. ബാബുസേട്ട് നമ്മളിപ്പം ഇപ്പൊ വല്ല അടിയെല്ലാം ആയി. ഇപ്പൊ ഡ്രസ് മാറും ഫുൾ അടിയാ. പറഞ്ഞിട്ട് എന്ത് കാര്യം, അടി കഴിഞ്ഞിട്ട് വീണ്ടും പെണാച്ചില്ലേ? അങ്ങനെ പറയില്ല ബാബുസേട്ട്. ഡ്രസ്സൊക്കെ മാറി ഒരു ആന. ഞാൻ പറയേ, നമ്മളിങ്ങനെ ആനകളെ പോയി നടക്കുമ്പോ നമ്മുടെ പുറകെ വരണം, അല്ലാതെ അവരെ പുറകെ മണപ്പിച്ച് ഇങ്ങനെ. ഈ മുള്ളലിക്ക് അറ്റ് എ ടൈം 4 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അറിയാവോ എനിക്ക്? 4 ഗേൾ ഫ്രണ്ട്സ്. ആ ടൈമിൽ പോലും മുള്ളലി 4 അവൻ ഇല്ലടാ, അവൻ സെറ്റ് ആവത്തില്ലടാ. ചുമ്മാ ഇരി, എന്തെങ്കിലും പറയാതെ. ബെസ്റ്റികളെയാ അല്ലാതെ നൈറ്റ് ഒക്കെ ഇട്ടിട്ട് നടക്കുന്നു നീ. ഒരു മിനിറ്റ് മിസ്റ്റർ, നിങ്ങളുടെ അകത്തെ പേരുണ്ടായിരുന്നു, കറക്റ്റ് ഒന്ന് പറയാവോ? ജപ്പാൻ. മിസ്റ്റർ ജപ്പാൻ, നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? കോച്ച് എന്ന് പറഞ്ഞാ മതി. കോച്ച് എന്ന് പറഞ്ഞാ കോച്ചിന് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല ഇല്ല. ട്രൈയിങ് ഉണ്ടോ? ട്രൈയിങ് ഉണ്ടോ? ട്രൈയിങ് നോ ട്രൈയിങ്. വെറുതെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കും. അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും നല്ലതല്ല. ഞാൻ ചിലടത്ത് കട്ട് ചെയ്ത് അയക്കേണ്ടി വരും. ഏற்கனவே ചെറുപടി ഉള്ളത്. പിന്നെ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും പെണ്ണ് തെറ്റായാലും ആരുടെ? ഇവന്റെ പേര് എന്താന്ന് കേള്. നിന്റെ പേരെന്താ? ലൈക്ക് സെയ്ദ്. ലൈക്ക് സെയ്ദ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ല. കഴിഞ്ഞു പാവടാ കഴിഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇടയിൽ വെക്കുമ്പോ. അപ്പൊ നേരെ കയറി വരുമ്പോ തന്നെ നാറിയാണെന്നല്ലേ പറയുന്നത്. അത് നീ പുറകെ വരുന്ന കണ്ടാ, നീ ഒന്ന് മാറി നടക്കാവോ? ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒരിടത്ത് കൊണ്ടു നടക്കാത്തെ. അപ്പൊ കൂട്ടാ വെറുതെ ബാക്കിയുള്ളവരെ കൊണ്ടുവരുന്ന പറയിപ്പിക്കാൻ. നമ്മളെന്താ പറഞ്ഞിരുത്തിയത്? നാറിയാണ്. അയ്യോ വേണ്ട, എനിക്ക് അവിടെ ഊക്ക് മേടിക്കാൻ വയ്യ. ഇനി കളിക്കാതെ കിട്ടുന്ന ട്രോഫിയെ പറ്റി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യമായിട്ട് ഈ ട്രോഫി വാങ്ങിച്ചത് കീരിക്കറിനാണ് എന്റെ അറിവില്. നമ്മള് പണ്ട് അടിച്ച് നേരെ തലക്ക് കിട്ടി. അത് കഴിവില്ലായ്മയുടെ അങ്ങേറ്റമാണ്, ഞാൻ അതേ പറയത്തുള്ളൂ. ഇപ്പൊ ചന്ദ്രബോസിൽ ഒരെണ്ണുണ്ട് കളിക്കാതെ കിട്ടിയ ഒരു ട്രോഫി. അങ്ങനെയാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇവനും അങ്ങനെ ഒരു ട്രോഫി കിട്ടാൻ പോകുന്നു. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കുഴപ്പമില്ല, ഇത് തന്നെയാണ്. ഇവന് എളുപ്പമായില്ലേ? അതെ സത്യം. ഈ ടോപ്പിക് ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് ഒരു പീഡിനെ കോഴ്സ് ജസ്റ്റ് മിസ്സിന് പോയതേ ഉള്ളൂ. നാളെ വരാൻ പറ്റത്തില്ല. ജസ്റ്റ് മിസ്സിനാണ്.